ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ സ്വർണ്ണപ്പാളി സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിച്ചു. 4 മാസം മുൻപ് ജംഷഡ്പൂരിലെ ലാബിലേക്ക് അയച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് SITക്ക് ലഭിച്ചത്. ചെമ്പ് പാളികളുടെ കാലപ്പഴക്ക നിർണയവും ലഭിച്ച ഫലത്തിലുണ്ട്. അതേസമയം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണന്റെ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണിപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ പരിശോധനാ ഫലം. ആ പരിശോധന നടന്നത് ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലാണ്. ഈ ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ, അതിൽ യഥാർത്ഥ സ്വർണത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ ആ മെറ്റലുകളുടെ കാലപ്പഴക്കം, അത് സ്വർണത്തിൻ്റെയും ഒപ്പം തന്നെ ചെമ്പിൻ്റെയും കാലപ്പഴക്കം, ഇവ നിർണ്ണയിക്കാനായിരുന്നു ജംഷഡ്പൂരിലെ ലാബിന് അയച്ചത്. ആ ലാബിൽ നിന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ പരിശോധനാ ഫലമടക്കം അന്വേഷണ സംഘം റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അടുത്ത് തന്നെ സമർപ്പിക്കും. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തെളിവായി മാറുന്നത് ഈ പരിശോധനാ ഫലമാണ്. 2 കേസുകളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ദ്വാരപാലക പാളികളിലെ സ്വർണം മോഷ്ടിച്ചതും മറ്റൊന്ന് കട്ടളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ചതും. അപ്പോൾ ഈ 2 ഉരുപ്പടികളിലെയും സ്വർണം അത് 98-ൽ വിജയമല്യ പൊതിഞ്ഞതാണോ എന്നുള്ളതാണ് പരിശോധന. അതിനൊപ്പം തന്നെ ഈ സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പിന് 98 മുതൽ പഴക്കമുണ്ടോ എന്നുള്ളതാണ് പരിശോധന. 98 മുതൽ പഴക്കമുള്ള ചെമ്പാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വർണം മാത്രം അരിച്ചെടുത്ത് വേണം മനസ്സിലാക്കാൻ. അതല്ല 2019 മുതലുള്ള പഴക്കമാണ് ചെമ്പുപാളികൾക്കെന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം 98-ൽ ഉണ്ടായിരുന്ന പാളികൾ അപ്പാടെ എടുത്തുകൊണ്ടുപോയി എന്നാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ തന്നെയാണ് ഈ SITക്ക് ലഭിച്ച ലാബ് റിപ്പോർട്ടിലുള്ളതെന്ന് വ്യക്തമാണ്. സാമ്പിളുകൾ അയച്ച് 4 മാസങ്ങൾക്ക് ശേഷമാണ് പരിശോധനാ ഫലം ഇപ്പോൾ SITക്ക് ലഭിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊരു നിർണായകമായ നിലപാട് ഹൈക്കോടതി ദിവസം ബെഞ്ച് എടുത്തത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ കാലാവധി നീട്ടിയതാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണന്റെ കാലാവധിയാണ് 2 വർഷത്തേക്ക് കൂടി നീട്ടിയത്. ഈ ജൂൺ മാസം 30-ാം തീയതി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. സ്വർണ്ണക്കൊള്ള, അതുപോലെ തന്നെ ആഴിശിഷ്ടം നെയ്യിലെ അഴിമതി, ഏറ്റവും ഒടുവിൽ പൂജാദ്രവ്യങ്ങൾ വാങ്ങിച്ചതിലെ ക്രമക്കേട്, അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട അടുത്തിടെ ഉണ്ടായ വലിയ അഴിമതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നത് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടുകളിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ കാലാവധി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത്.